ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു H4 മ്യൂസിക്. ഞാൻ ഹജീബ് ഖാൻ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓഡിയോ മിക്സർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കൊരു സൗണ്ട് കാർഡും മിക്സറും കൂടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. V8-ൻ്റെയാണ്, V8 വെർഷനിൽ വരുന്ന BM800V ഈ മോഡലാണ്. സിസോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന ഇതാണ്. ഇത് നമ്മളെ മൈക്കിൻ്റെ ഫിൽറ്ററാണ്, കണ്ടില്ല, നെറ്റാണത്. പിന്നെ ഇത് മൈക്കുമ്പോൾ തന്നെ കണക്ട് ചെയ്യാനുള്ള ഫിൽറ്റർ. 2 ഫിൽറ്ററുകളാണ് മേലിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. മാനുവൽസ് 2-3 ഉണ്ട്. ഇത് മൈക്കിൻ്റെ, ഇത് മിക്സറിൻ്റെ, പിന്നെ അവരെ പരസ്യം, കസ്റ്റമർ കെയർ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ വരുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കേബിളുകളുണ്ട് കണക്ട് ചെയ്യാനുള്ള. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു കേബിൾ ഇതേ ഈ USB-നെ മിനി USB ആക്കാനുള്ള, അല്ലെങ്കിൽ മൈക്രോ USB എന്ന് പറയില്ല, അതാക്കാനുള്ള കേബിളാണ് ഇത്. ഒരു സൈഡ് 3.5 mm സ്റ്റീരിയോ പിന്നാണ്, ഒരു സൈഡിൽ മൈക്രോ USB. സെയിം തന്നെ 2 കേബിളാണ് കേട്ടോ. അങ്ങനെ മൊത്തം 3 കേബിൾ അവർ ഇതിൽ തന്നെ തരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടൻസർ മൈക്കിൻ്റെ കേബിളാണ്. കണ്ടൻസർ മൈക്ക് ഇതാണ്. ഇതാ സെയിം കമ്പനിയുടെ തന്നെ, സിസോ എന്ന് പറഞ്ഞ കമ്പനിയുടെ. പിന്നെ ഇത് മൈക്കിൻ്റെ സ്റ്റാൻഡ്, അതിൻ്റെ ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇതുമൊക്കെ മൈക്കിൻ്റെ സ്റ്റാൻഡിൻ്റെ സാധനങ്ങളാണ്. പിന്നെ ഇതിലത്തെ മെയിൻ സാധനം ഇതാണ്, നമ്മളെ സൗണ്ട് കാർഡ് അഥവാ മിക്സർ. തന്നെ സെയിം കമ്പനിയുടെ തന്നെ, സിസോ എന്ന് പറഞ്ഞ കമ്പനിയുടെ V8 വെർഷനാണ്. ഇപ്പോൾ പുതിയ വെർഷനൊക്കെ വന്നിട്ടുണ്ട്, V12 V13 ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ വരുന്ന ബട്ടൺസും നോബുകളാണ് ഇതൊക്കെ മൈക്കിൻ്റെയാണ്. ഇത് വോളിയം, പിന്നെ ഇത് എക്കോ, പിന്നെ ഇത് ട്രിബിൾ ഉണ്ട്, ബാസ് ഉണ്ട്, പിന്നെ ഇത് റെക്കോർഡിൻ്റെ വോയിസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, പിന്നെ മ്യൂസിക്, നമ്മൾ ഇതിലേക്ക് മ്യൂസിക് കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇത് മോണിറ്റർ ചെയ്യാനുള്ളത്, ഇതാണ് മോണിറ്റർ ചെയ്യുന്ന മെയിൻ വോളിയം ഇതാണ്. ഇതിലാണ് നമ്മൾക്ക് കേൾക്കുന്ന സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിലാണ്. പിന്നെ ഇതിൽ കുറേ ബട്ടൺസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടാനുള്ള കുറേ ഇഫക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കൊന്ന് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. എന്നിട്ട് അമർത്തി വെക്കുക, കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഇതാണ് നമ്മളെ മൈക്കിൻ്റെ സെറ്റപ്പ്. നീക്കി വെക്കാം നമുക്ക്. ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇതിലിനി കേബിളുകൾ കണക്ട് ചെയ്യുന്ന സംവിധാനം പറഞ്ഞുതരാം. ഒരു സൈഡ് സ്റ്റീരിയോ, ഒരു സൈഡ് ഇങ്ങനത്തെ മൈക്രോ USB ഉള്ളത്. അത് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൽ വരുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡൈനാമിക് മൈക്കുകൾ കണക്ട് ചെയ്യാനുള്ളതാണ്. RF മൈക്കുകൾ അല്ലെങ്കിൽ ഡൈനാമിക് മൈക്കുകൾ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ മൈക്കുകൾ കണക്ട് ചെയ്യാനുള്ളതാണ് ഈ വലിയ ഹോള്. ഇത് കണ്ടൻസർ മൈക്കുകൾ കണക്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പോലത്തെ ഇതുപോലത്തെ പിന്നുകൾ കണക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, കണ്ടത് ഇതിൽ കണക്ട് ചെയ്യാനുള്ളത്. ഇത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന ഹെഡ്സെറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യാറുള്ള അത് കണക്ട് ചെയ്യാനുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളെ ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്സെറ്റിന് കൂടെ മൈക്ക് വരുന്നതായിരിക്കും ഒട്ടുമിക്കതും. അപ്പോൾ അതിൻ്റെ ആ മൈക്ക് ഇതിലൂടെ വർക്ക് ചെയ്യും, നമുക്ക് ആ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ളതാണ് ഈ ഹെഡ്സെറ്റ് എന്നുള്ളത്. പിന്നെ ഇപ്പുറത്ത് കാണാം ഇയർഫോൺ അല്ലെങ്കിൽ സ്പീക്കർ എന്ന് പറഞ്ഞിട്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് വർക്കാവില്ല, അത് ഔട്ട് ഉള്ളതാണ്. നമുക്ക് സ്പീക്കറിക്ക് പുറത്തേക്ക് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഒരു സ്പീക്കർ, ഇതൊരു സ്പീക്കറാണ്, ഈ സ്പീക്കറിക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ഹെഡ്ഫോൺ നമുക്ക് കേൾക്കാൻ, നമ്മൾ ഈ പറയുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ ഇതിൽ ഇയർഫോൺ ആയിട്ട് കുത്താം. ഇയർഫോൺ എന്നുള്ളതിൽ, ഹെഡ്സെറ്റ് എന്നുള്ളതിൽ കുത്തിക്കഴിഞ്ഞാൽ മൈക്ക് ഓട്ടോമാറ്റിക് ഇതിൽ വർക്കാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ കേൾക്കുക എന്നുള്ള സംവിധാനത്തിനാണെങ്കിൽ ഇതിലാണ് കുത്തേണ്ടത്. പിന്നെ ഇതാണ് നമ്മൾ ചാർജ് ചെയ്യാനുള്ളത്. നമ്മൾ ഈ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം. ഇതല്ലെങ്കിൽ നമ്മൾ മൊബൈൽ സാധാ ഈ C ടൈപ്പ് അല്ലാത്ത മുമ്പത്തെ ഈ മൈക്രോ USB ടൈപ്പുള്ള
കണക്ടർ വെച്ചിട്ട് നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ചാർജിങ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാപ്ടോപ്പിലേക്ക് ഇതിൻ്റെ ഔട്ട് യൂസ് ചെയ്യാനും പറ്റും, അതേസമയം ഇതിലേക്ക് ചാർജ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ട്. പിന്നെ ഇത് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക്. ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗിറ്റാറ് അതുപോലെ കീബോർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് കൊടുക്കാൻ ഇപ്പോൾ ഈ കരോക്കെ ഒക്കെ പ്ലേ ചെയ്യുന്നവരാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ മൊബൈലിലേക്ക് ഈ കേബിൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. അതായത് ഈ സൈഡിൽ ഇങ്ങനെ, ഈ സൈഡിൽ ഇത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ രണ്ടെണ്ണം മൊബൈൽ 1 മൊബൈൽ 2 എന്ന് പറയുന്നത് അത് ഔട്ട് പോണതാണ്. അത് നമ്മൾ ലൈവായിട്ടുള്ള സംഭവങ്ങൾക്ക്, പോഡ്കാസ്റ്റിന്, അതുപോലെ എന്താ പറയുക, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, ഓഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ ഔട്ട് വരുന്ന സംഭവമാണിത്. ഇത് മൊബൈലിലേക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, കമ്പ്യൂട്ടറിലേക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, ക്യാമറയിലേക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 പോർട്ടുകളാണിത്. പിന്നെ ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇതിൽ മാത്രമല്ല, ഇതിൽ ഒരു ഫീച്ചറും കൂടി ഉണ്ട്, ബ്ലൂടൂത്ത് സംവിധാനം കൂടി ഉണ്ട്. നമ്മൾ മൊബൈലിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ കരോക്കൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഈ കേബിൾ വേറെ ഇൻസ്ട്രുമെൻറ്റിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, മൊബൈലിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കരോക്കെ പ്ലേ ചെയ്യാം. അങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി ഉള്ള ഒരു സൗണ്ട് കാർഡാണിത്. സംഭവം ഇത്ര ഉള്ളെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. ചെറിയൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിട്ട് നമുക്ക് ഈ സാധനം വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. ആദ്യം കേബിളുകളൊന്ന് കണക്ട് ചെയ്യാം. അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്കുള്ളത് കണക്ട് ചെയ്യാം. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ USB കമ്പ്യൂട്ടറിൽ കുത്തി, കമ്പ്യൂട്ടർ മീൻസ് ലാപ്ടോപ്പിൽ കുത്തി. പിന്നെ ഇവിടെ ഈ ലാപ്ടോപ്പ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അവിടെ ഈ പിന്ന് കുത്തി. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ചാർജിങ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ മൈക്ക്. നമ്മൾ ഈ കണ്ടൻസർ മൈക്കാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് നല്ല മൈക്കാണത്. അത് ഇതവിടെ കണ്ടൻസർ മൈക്ക് എന്നുള്ളിടത്ത് കണക്ട് ചെയ്തു. അത് ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് എന്നുള്ളിടത്ത് നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ ഇത് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സ്പീക്കറിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. മൊബൈലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഈ പിന്ന് കണക്ട് ചെയ്തതിലേക്ക് മൊബൈലിൽ ജസ്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാ റെക്കോർഡർ എടുത്താൽ മതി. സാധാ മൊബൈൽ റെക്കോർഡ് ചെയ്യുന്നത് എടുക്കുക, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക. ഹലോ ഹലോ ചെക്ക്, ഹലോ 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 ചെക്ക്, ഹലോ. അല്ല, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ റെക്കോർഡ് ചെയ്താണ് പ്ലേ ചെയ്യുന്നത്. അതുപോലെ പിന്നെ നമുക്ക് പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഹലോ ഹലോ ചെക്ക്, ഹലോ. കണ്ട നമുക്ക് കറക്റ്റ് ആ ട്രാക്ക് ഇത് റെക്കോർഡ് ആവുമെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൈക്കിലൂടെ വന്നിട്ട് ഈ സൗണ്ട് കാർഡിൽ വന്നിട്ട് സൗണ്ട് കാർഡിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് വന്നിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ആവുന്നത്. അപ്പോൾ നമ്മളിതിൽ സംസാരിക്കുന്നതൊക്കെ കറക്റ്റ് അതേ ഇഫക്റ്റിലൂടെ റെക്കോർഡ് ആവുന്നുണ്ട്. സ്പീക്കർ കണക്ട് ചെയ്തുള്ള കാരണം നമുക്ക് സ്പീക്കറിൻ്റെ വോയിസും ഇപ്പോൾ നമ്മൾ ഈ കുത്തിയുള്ള മൈക്കിൻ്റെ വോയിസും കൂടിയിട്ടാണ് അതിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിൽ റെക്കോർഡായിട്ടുള്ളതാണ് കേൾക്കുന്നത്, സിസ്റ്റത്തിൽ റെക്കോർഡായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ മെയിൻ സംഭവം കാണിച്ചു തരാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, വീഡിയോയിലേക്ക് നമുക്ക് ഇതേ വോയിസ് കൊടുക്കാൻ പറ്റും, ഇതിൽ നിന്നുള്ള വോയിസ് അതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ മൈക്കിൻ്റെ പിന്ന് ഇപ്പോൾ കുത്തിയിട്ടുള്ള മൈക്കിൻ്റെ പിന്ന് അതിൽ നിന്ന് ഊരുകയാണ്. എന്നിട്ട് നമ്മൾ ഈ പിന്നാണ് ഞാൻ അതിലേക്ക് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്ന പിന്ന് അത് നമ്മളിതിൽ കൊടുക്കേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിൽ ലൈവ് 1 ഓർ ലൈവ് 2 കൊടുക്കുക. അതായത് മൊബൈൽ 1 മൊബൈൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. ഇനി അത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പം നമ്മൾ കേൾക്കണത് ഇതിലത്തെ വോയിസാണ്. നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്തേക്കണത് ഇതിൽ നിന്നുള്ള വോയിസാണ് കണക്ട് ചെയ്തേക്കണത്. ഇതിൽ നിന്നുള്ള വോയിസാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മളിങ്ങനെ വോയിസ് അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എക്കോ കൂട്ടുമ്പോഴുള്ള സൗണ്ട് മാറ്റം നോക്കിക്കോ. ഹലോ ഹലോ. ഇപ്പം നമ്മളെ സൗണ്ട് എക്കോ കയറി വരുന്നുണ്ട്. ഹലോ. നമ്മൾ എക്കോ കുറയ്ക്കുമ്പോൾ അത് എക്കോ കുറഞ്ഞു വരുന്നുണ്ട്. മ്യൂസിക് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഇടുകയാണെങ്കിൽ കേൾപ്പിച്ചു തരാം.
അങ്ങനെയാണ് മ്യൂസിക് വരുന്നത്. അത് നമുക്ക് ഇതിൻ്റെ ഒപ്പം പാടണമെന്നുണ്ടെങ്കിൽ പാടി കാണിച്ചു തരാം. ഓ രാധികേ ഈ സംഗമം വനവള്ളിക്കൂടിൽ കണ്ടു കൊതിയോടെ, അത് മുല്ലപ്പൂവായി നീലെ നീലെ വിരിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ മ്യൂസിക് ഒപ്പിട്ടിട്ട് പാടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പാടാൻ പറ്റും, കരോക്കെ ബാക്കിൽ പ്ലേ ചെയ്യുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സംവിധാനം. ഇപ്പോൾ നമ്മൾ സ്മ്യൂളിലൊക്കെ പാടുന്നവർക്ക് അങ്ങനെ പാടാം. അതല്ല ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കരോക്കെ വെച്ചിട്ട് നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. പിന്നെ ഇതിലത്തെ ഇഫക്റ്റുകൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഇതൊരു ഇഫക്റ്റ് ആണ്. ഇപ്പൊ ഈ ലൈവ് പോകുന്നവർ, പോഡ്കാസ്റ്റ് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ഇങ്ങനത്തെ ഇഫക്റ്റുകളൊക്കെ ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇഫക്റ്റുകൾ. പിന്നെ ഇത് ക്ലാപ്പ് ചെയ്യുന്നത്, ലോക്ക്, അങ്ങനത്തെ പറയുന്നത്. A major. ഹലോ. Sharp to A major, B major. ഇതിൽ നമുക്ക് സൗണ്ട് മാറ്റിയിട്ട് സംസാരിക്കുക എന്നുള്ള ഇതിലുണ്ട്. പിച്ച് ബാൻഡ് ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ സൗണ്ട് മാറിയിട്ടുണ്ട്, വേറെ സൗണ്ടാണ് വരുന്നത്. ഞാനിപ്പോ ഈ ഇയർഫോൺ വെച്ചുള്ള എന്തിനാ വെച്ച് കഴിഞ്ഞാല് അതെനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നുള്ള സൗണ്ട് ഇങ്ങനെ ചെറിയ സൗണ്ട്, ഇത്രയും സൗണ്ടുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന മ്യൂസിക്കിൻ്റെ വോളി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മോണിറ്റർ എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള വോളി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ സംഭവം വരുന്നത്. ഈ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു റെക്കോർഡിങ് സെറ്റപ്പ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അധികം വിലയും വരുന്നില്ല. 2500 രൂപയുടെ താഴെയാണ് ഇത് വരുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഈ സൗണ്ട് കാർഡ് വരുന്നുണ്ട്. ഈ 3 കേബിളുകൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ ഫിൽറ്റർ ഒക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സെറ്റപ്പ് ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. നമുക്കൊരു കമ്പ്യൂട്ടർ മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ, കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പഴയ മൈക്കയിലോട്ട് വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സൗണ്ട് കാർഡ് അഥവാ മിക്സർ. ഈ സാധനം നമ്മൾ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിലുണ്ട്, ആമസോണിലുണ്ട്, ഒരുപാട് കമ്പനിയുടെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള സിസോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഫ്ലിപ്കാർട്ടിൽ V8 സൗണ്ട് കാർഡെന്നോ V8 മിക്സറെന്നോ അടിച്ചു കഴിഞ്ഞാൽ കുറേ മോഡലുകൾ വരും. നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് എടുക്കാം. ഇതിന് 2500 രൂപയുടെ താഴെ വരുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഈ മൈക്കും സെറ്റപ്പും എല്ലാ സാധനവും ഈ ബോക്സിൽ വരുന്നതാണ്. ഈ വല്ലാത്തൊരു ബോക്സിലാണ് ഈ കംപ്ലീറ്റ് സാധനങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കതൊരു വലിയ തുകയായിട്ട് തോന്നില്ല. കാരണം ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇത്രയും കുറഞ്ഞ ചിലവിൽ ഇത്രയും അധികം സാധനങ്ങൾ നമുക്ക് ഒരുമിച്ച് കിട്ടണം. ഇത് ആവശ്യമുള്ളവർ ഇതിൽ ഈ പറഞ്ഞ മാതിരി V8 എന്ന് അടിച്ചാൽ മതി. മോഡൽ നമ്പർ ഇതിൽ കാണിക്കുന്നത് BM800V. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ മോഡൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് സാധനം കിട്ടും. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്ഥിരം കാണുന്നവരെന്തായാലും ലൈക്ക്, കമൻറ്റുകളൊക്കെ ഇട്ട് പ്രോത്സാഹിപ്പിക്കണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. തൽക്കാലം സൈനിങ് ഓഫ് അജീബ് ഖാൻ. ഗുഡ് ബൈ.